ലോക ഫുട്ബോളിലെ നീലപ്പട. ഫുട്ബോൾ ചരിത്രത്തിലെ താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു പേരാണിത്. മിഷേൽ പ്ലാറ്റിനുടെയും പിന്നീട് സിനദിൻ സിദാൻ എന്ന ഇതിഹാസത്തിന്റെയും തിയറി ഹെൻറിയുടെയും കാലഘട്ടങ്ങളിൽ തുടങ്ങിയ ഫ്രാൻസിന്റെ ആധിപത്യം ഇന്നും ലോകമെമ്പാടുമുള്ള ആരാധകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 1998 സ്വന്തം മണ്ണിൽ വെച്ച് ബ്രസീലിനെ 3-0 എന്ന സ്കോറിന് തറപറ്റിച്ച് ആദ്യ ലോക കിരീടത്തിൽ മുത്തമിട്ടുകൊണ്ട് അവർ ലോകത്തെ ഞെട്ടിച്ചു. തുടർന്ന് 2018 റഷ്യൻ ലോകകപ്പിലെ ക്രൊയേഷ്യയെ തോൽപ്പിച്ച് നേടിയ രണ്ടാമത്തെ ലോക കിരീടം. ആ രണ്ട് കിരീടങ്ങൾ ഫ്രാൻസിനെ ഫുട്ബോൾ മാപ്പിലെ ഏറ്റവും കരുത്തുറ്റ ശക്തികളിലൊന്നായി അടയാളപ്പെടുത്തി. ഒടുവിലായി ഖത്തർ ലോകകപ്പിൽ അർജന്റീനയുമായി ഫൈനലിൽ ഇഞ്ചോടിഞ്ച് പോരാടി ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മാത്രമാണ് അവർ കീഴടങ്ങിയത്. എന്നാൽ ഇപ്പോൾ 2026 വേദിയിലേക്ക് എത്തുമ്പോൾ കഥ മാറുകയാണ്. പുതിയൊരു തലമുറയുടെ കരുത്തുമായി അവർ വീണ്ടും ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കും. കിലിയൻ എംബാപ്പയുടെ മിന്നൽ വേഗവും ഉസ്മാൻ ഡെംബെലയുടെ തന്ത്രങ്ങളും മൈക്കിൾ ഒലിസെ പോലെയുള്ള യുവതാരങ്ങളുടെ ആവേശവും ചേർന്ന് മറ്റൊരു കിരീടധാരണത്തിന് കോപ്പുകൂട്ടുകയാണ് ഫ്രാൻസ്. ഗ്രൂപ്പ് ഐയിൽ കളിച്ച 3 മത്സരങ്ങളിലും വിജയം ആവർത്തിച്ചാണ് ഫ്രാൻസ് ഒന്നാം സ്ഥാനക്കാരായി റൗണ്ട് ഓഫ് 32-ൽ യോഗ്യത നേടിയത്. സെനഗൽ, ഇറാഖ്, നോർവേ എന്നിവരെ പരാജയപ്പെടുത്തിയ ഫ്രാൻസ് 10 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ വഴങ്ങിയത് വെറും 2 ഗോളുകൾ മാത്രമാണ്. ഖത്തർ വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ കിലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിൽ അസാമാന്യ ഫോമിലാണ് അവരുടെ ടീം. ആദ്യ 2 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകൾ നേടി മികച്ച ഫോമിലാണ് എംബാപ്പെ. കൂടാതെ നോർവേയുമായുള്ള മത്സരത്തിൽ ഹാട്രിക്കുമായി ഡെംബെലെ കൂടി ഫോമിലെത്തിയതോടെ ഫ്രാൻസ് കൂടുതൽ അപകടകാരികളായി മാറിയിരിക്കും. എംബാപ്പയുടെ സാന്നിധ്യം എതിരാളികളുടെ ശ്രദ്ധ മുഴുവൻ ആകർഷിക്കുമ്പോൾ അതിന്റെ മറുവശത്ത് നിന്ന് പന്ത് വലയിലേക്ക് എത്തിക്കാൻ ഒലിസയും ബാർക്കോളയും നടത്തുന്ന നീക്കങ്ങൾ മനോഹരമാണ്. കഴിഞ്ഞ തവണത്തെ ലോകകപ്പിലെ പോലെ എംബാപ്പയെ മാത്രം ആശ്രയിക്കുന്ന ഒരു ടീമല്ല ഇത്തവണത്തെ ഫ്രഞ്ച് പട. കൂടാതെ പോൾവലക്ക് കാവലായി മൈക്ക് മെങ്യാനിന്റെ തകർപ്പൻ സേവകളും അവർക്ക് കരുത്തായുണ്ട്. ഫ്രാൻസിന്റെ യഥാർത്ഥ കരുത്ത് അവരുടെ ആദ്യ 11-ൽ മാത്രം ഒതുങ്ങുന്നതല്ല. അവരുടെ ബെഞ്ചിലിരിക്കുന്ന താരങ്ങളുടെ നിലവാരം കൂടി പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാവും. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും കളിയുടെ ഗതി മാറ്റാൻ കൽപ്പുള്ള ഒരു പിടി താരങ്ങളാണ് പരിശീലകൻ ദശാംസിന്റെ ബെഞ്ചിലുള്ളത്. നിലവിൽ ലോകകപ്പ് കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമും ഫ്രാൻസ് തന്നെയാണ്. വമ്പൻ ടീമുകളെയെല്ലാം പിന്നിലാക്കി വാതുവെപ്പ് വിപണിയിലും ഫ്രാൻസ് തന്നെയാണ് മുന്നിൽ. പരിശീലകൻ ദിദിയൻ ദശാംസിന്റെ അവസാന ലോകകപ്പ് എന്ന പ്രത്യേകതയും ഈ ടീമിനുണ്ട്. 1998-ലും 2018-ലും ലോകകപ്പ് ഉയർത്തിയ ഫ്രാൻസ് 2026-ൽ 3-ാം കിരീടത്തിലേക്ക് കുതിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇത്തവണ എംബാപ്പയും സംഘവും ആ സ്വർണ്ണ കിരീടത്തിൽ മുത്തമിടുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.